ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി 1 ഇയറിനായി തോന്നുന്നു. അപ്പോൾ വീണ്ടും ഒന്നും കൂടി വീഡിയോ ഇടാമെന്ന് കരുതി അങ്ങനെ വീഡിയോയിൽ ഇടാൻ വന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഹെയർ വെയിന് അതിന് വേണ്ടത് 4mm ഗിയർ വയർ, പിന്നെ കുറച്ച് മുത്തുകളും വേണം. അപ്പോൾ ഞാൻ ഫസ്റ്റിൻ്റെ കുറച്ച് നീളത്തിൽ ഗിയർ വയർ മുറിച്ചിട്ടുണ്ട്. ഇനി രണ്ടും ലെവലിൽ ഇതാക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ പിരിച്ച് കൊടുക്കണം. ആ പിരിക്കുന്നത് ചെയ്യലാണോ എന്നെങ്കിൽ നല്ല പാങ്ങാവത്ര ഇത്. പിന്നെ സൗണ്ടെല്ലാം കുറച്ച് ഇതായിന്, പനി വന്നിട്ടും ജലദോഷമായിട്ട് സൗണ്ടെല്ലാം ചെറിയൊരു ചേഞ്ചായിന്. അപ്പോൾ അതേ കുറച്ച് അത്യാവശ്യം നീളത്തിൽ ട്വിസ്റ്റ് ആക്കണോ. ഇത് ഞാനാക്കിയാൽ കുറച്ച് കൂടിപ്പോയി, അത്ര ഒന്നും വേണ്ട, എന്നാൽ കുറച്ചെല്ലാം ട്വിസ്റ്റ് ആക്കാം. എന്നിട്ട് ഇത് റൗണ്ട് കറക്റ്റാക്കി കൊടുക്കണം, എന്നെങ്കിൽ ഞാൻ ചെയ്യലുണ്ടാവും അത്ര. എന്നിട്ട് ഇതിൻ്റെ ഊരി കമ്പി എടുത്തിട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു മണി, നിങ്ങളിൽ ഇഷ്ടമുള്ള മണി എടുക്കാം. ഇതിന്നെ വേണോ അല്ലെങ്കിൽ അങ്ങനത്തെ വേണോ എന്നെങ്കിൽ വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, ഏതുണ്ട് അതെടുക്കാം. എന്നിട്ട് ഒരു കമ്പിക്ക് ഒരു മണി ഇട്ടിട്ട് വീഡിയോയിൽ കാണാനൊക്കെ ജസ്റ്റ് ഒന്ന് ഇതിനെ ഇതാക്കി കൊടുക്കുക. എന്ത് ഡബിൾ പോലെ ആക്കിയിട്ട് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ആക്കിയിട്ട് ഒന്ന് അതിനെ ബയ്യോട്ട് പിരിക്കുക. ഈ ഹെയർ ബൈൻഡ് തന്നെ പിരിക്കാൻ ഫുള്ള് പിരിക്കണം, പിരിച്ചെങ്കിൽ ചെയ്യലാവും ഇത്രത്. അപ്പോൾ വീഡിയോയിൽ കാണാനൊക്കെ എന്നെ പിടിച്ച് പിരിക്കണോ. പിരിക്കുന്ന ലൂസാവാൻ കയ്യിലാവോ, എല്ലാം ഒരേപോലെ നല്ല ചെയ്യൽ വരണം. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതിൽ അപ്പുറത്തേക്കും ഒരു മുത്തിട്ട് ഞാൻ ഇതേപോലെ പിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യുക. പിന്നെ ഞാൻ ഇതിൽ കാണിക്കുന്ന ആൾക്ക് തന്നെ ആക്കണോ അങ്ങനെയൊന്നുമില്ല, നിങ്ങളിൽ എത്ര മണിയുണ്ട് അതിനനുസരിച്ചിട്ട് നല്ലപോലെ പിരിക്കണം. പിന്നെ ഈ കമ്പി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നീളത്തിലെടുക്കണം. ഇപ്പം ഞാൻ എടുത്ത സൈസ് ഇല്ലെങ്കിൽ ഒരു പഫെല്ലാം കെട്ടിയിട്ടാകുമ്പോൾ ആടക്ക് ജസ്റ്റ് വെക്കാൻ പറ്റിയ അത്തക്കുള്ള ചെറിയൊരു സൈസ് എടുത്തിന്. ഇത്ര വലുതെടുത്തിട്ട് അത്തക്കായുന്നത്. അപ്പോൾ കുറച്ച് വലിയ അളവിൽ കുറച്ച് നീളത്തിൽ തന്നെ എടുക്കണം, അതാണെങ്കിൽ നേരെ കിട്ടും. അപ്പോൾ രണ്ട് സൈഡും ഞാൻ ഇട്ടിട്ട് അതിന് ഇനി ഈ രണ്ട് കമ്പിയും പിടിച്ചിട്ട് ഈ വീഡിയോയിൽ കാണാനൊക്കെ നല്ലപോലെ ട്വിസ്റ്റാക്കണം. അത് ഞങ്ങൾക്ക് നേരെ എങ്ങനെയും ചൊല്ലി തരാൻ അറിയില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ അറിയുമല്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ. അങ്ങനെ ആക്കണം. ഇതിപ്പോൾ ചെറുങ്ങനെ ഒന്ന് തിരിഞ്ഞു അതിന് ഞാൻ നേരാക്കിയാവാം. പിന്നെ കുറച്ച് ട്വിസ്റ്റാക്കാം. എന്നിട്ട് ബയ്യൊട്ടൊരു കമ്പിക്ക് 5 മുത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ കാണും നിങ്ങൾക്ക് അപ്പം അറിയും. ഒരു കമ്പി എടുത്ത് അതിലേക്ക് 5 മുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലവർ പോലെ ആക്കാൻ. അപ്പോൾ ഉള്ള മുത്ത് ഏതായി മോശമില്ല, അതിന് ഇടാൻ 5 എണ്ണം. ഇപ്പം 5 ഇതിട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണാനൊക്കെ അതിനെ ചെറുങ്ങനെ ഒന്ന് റൗണ്ടാക്കിയിട്ട് പിടിക്കുക. അപ്പോൾ അവിടെ ഒരു ഫ്ലവർ പോലെ കിട്ടും നമുക്ക്, 5 പെറ്റൻ്റെ ഫ്ലവർ പോലെ. എന്നിട്ട് അതിനെ നല്ലപോലെ ട്വിസ്റ്റാക്കുക, നല്ല ഇതാക്കുക. അത് ചിലപ്പോൾ ഷേപ്പ് ഞങ്ങൾ കയ്യിൽ ഇതാക്കിയിട്ട് കറക്റ്റ് സർക്കിളാക്കി കൊടുക്കണം. അത് ഓരോന്ന് കറക്റ്റ് ഷേപ്പിൽ കിട്ടല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് സർക്കിൾ പോലെ ആക്കുക. അതേപോലെ ഇപ്പുറത്തേക്കും 5 ബീഡ്സ് ഇട്ടിട്ട് സെയിം ഫ്ലവർ ഞാൻ ഇപ്പുറത്തും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ 2 സൈഡും ഫ്ലവർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 2 കമ്പീനും ബയോട്ടേക്ക് പിരിച്ച് കൊടുക്കണം. നല്ലപോലെ കുറച്ച് ഇതാവാൻ വേണ്ടി പിരിച്ച് കൊടുക്കാം. എന്നിട്ട് ബയ്യോട്ടും ഒരു കമ്പി എടുക്കുക. അതിലേക്ക് ഞാൻ 3 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലവർ പോലെ ആക്കാൻ, ഫ്ലവറല്ല ഒന്നും കൂടി ഇതുപോലെ ആക്കാൻ 3 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ബയ്യോട്ടും ഈ മീത്താക്കാൻ തന്നെ പിരിച്ച് കൊടുക്കണം. ഇതേപോലെ ഞാൻ അപ്പുറത്തെ സൈഡും ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ആക്കിയതിന് 6mm 2 തരം ബീഡ്സ്, ഒന്ന് ട്രാൻസ്പെറൻറ്റും പിന്നെ ഒന്ന് വൈറ്റ് ബീഡ്സും, പിന്നെ ഒരു ഡ്രോപ്പ് ബീഡ്സ് പോലത്തെ ഒരു ബീഡ്സ് എടുത്തിന്, പിന്നെ ഒരു ഫ്ലവറിൻ്റെ ബീഡ്സും ഞാൻ ഇതിൽ യൂസ് ആക്കുന്നുണ്ട്. ഫ്ലവറും പിന്നെ ഒരു ബ്ലാക്ക് ടൈന് പറ്റിയ ഒരു ചെറിയ ബീഡ്സും.
ഇപ്പം ഞാൻ രണ്ട് സൈഡ് ഇതാക്കിയിട്ട് ബയോട്ട് രണ്ട് കമ്പി പിടിച്ചിട്ട് ഒന്നും കൂടി പിരിക്കുന്നുണ്ട്. ഈ ചീലിലല്ല, ഈ ടിയാറാൻ്റെ ചീലയിൽ തന്നെ നമ്മൾ പിരിക്കുന്നതിൽ അത് അങ്ങനെ ഉണ്ടാവും അതിൻ്റെ ചീല്. ഒന്നിപ്പോൾ ടൈറ്റ് നല്ലോണം ടൈറ്റ് ആയെങ്കിൽ അല്ല നല്ലോണം ലൂസായെങ്കിൽ അല്ല അതിൻ്റെ ചീലുണ്ടാവില്ല. പിന്നെ ഓവറായിട്ട് പിരിച്ചെങ്കിൽ അത് അവിടെ നിന്ന് കണ്ടായിട്ടും വരും, ഗിയർ വേറല്ലേ, അപ്പോൾ അത് കണ്ടായിട്ടും വരും. അത് നിങ്ങൾ ഒന്ന് നോക്കണോ. പിന്നെ ഒരു കമ്പി എടുത്തിട്ട് ഇപ്പം ഞാനിട്ടൊരു ഡ്രോപ്പ് ബീഡ്സ് ഞാൻ ചെലുത്തി പോലത്തെ ഒരു ബീഡ്സ് ചെറുതിത് ആ ഒരു ബീഡ്സ് എടുത്തിട്ട് ഒന്നിലിട്ടിട്ട് ഇതിൽ കാണാനൊക്കെ ട്വിസ്റ്റാക്കി കൊടുത്ത് എന്നിട്ട് അപ്പുറത്തെ സൈഡും ഇതേപോലെ ആക്കി. പിന്നെ ഇനി രണ്ട് പേര് ചേർന്ന് വെയിനൊന്നും ചേർന്ന് ടിയാരാന്ന് ചേർന്ന് ഇതിൻ്റെ കറക്റ്റ് പേരെന്തെന്ന് നമുക്കറിയാലോ. രണ്ടും ചേർന്നുകൊണ്ട് പിന്നെ നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ആക്കാം. അതിനോടത് വലിയ കഥയാണില്ല. എന്നിട്ട് ബയ്യോട്ടി രണ്ട് കമ്പിയും പിടിച്ചിട്ട് ബയ്യോട്ടൊരിക്കൽ പിരിച്ച് കൊടുക്കണം. ഇനി ഞാൻ ഇതിൻ്റെ ഒരു കമ്പി എടുത്തിട്ട് അതിലേക്ക് ഈ ഫ്ലവർ ബീഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇട്ട് ഈ ഒരു തരം ഫ്ലവർ ബീഡാണ് ഞാൻ ഇവിടെ എടുത്തിനെ. ഈ ഒരു ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സെയിം കമ്പിക്ക് തന്നെ ഒരു ബ്ലാക്ക് ബീഡും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് ബീഡായി മോശമില്ല, ബ്ലാക്ക് ആകുമ്പോൾ ഒന്നും കൂടി വൈറ്റിലെടുത്ത് കാണിക്കുന്നതിനോട് ഞാൻ ബ്ലാക്ക് എടുത്താടെ. എന്നിട്ട് ഈ ബ്ലാക്ക് ബീഡിൻ്റെ കൂടെ അല്ലാതെ മീൻസ് അതിലേക്ക് തന്നെയല്ല, ഈ വൈറ്റ് ഫ്ലവറിലേക്ക് മാത്രമായിട്ട് ഇട്ടിട്ട് ഞാൻ താഴെ ഈ കമ്പി എടുക്കുന്നു. അപ്പോൾ അവിടെ എന്തായി, ഇത് സെക്യൂറായിട്ട് നിൽക്കും, അതിനൊന്നുമില്ല, നേരെ നിൽക്കും. അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് എങ്ങനെ ഇത് ബയ്യോട്ട് എടുക്കേണ്ടതെന്ന് വെച്ച്. അപ്പോൾ ഇങ്ങനെ ആയിട്ടാകുമ്പോൾ അത് അവിടെ നേരെ ലോക്കായിട്ട് നിന്നതിന് അനങ്ങൊന്നുമില്ല. എന്നിട്ട് ഇതിനെ ബയ്യോട്ട് രണ്ടും പിടിച്ചിട്ട് ഒരിക്കൽ ട്വിസ്റ്റാക്കാം. എന്നിട്ട് ഈ മീത്ത ചെയ്ത് സെയിം പ്രോസസ്സ് ഞങ്ങൾക്ക് എങ്ങനെ വേണം ആ ഒരു ഡിസൈനിൽ ഇതേപോലെ ഈ കമ്പി തീർന്നിടത്തോളം ചെയ്തെടുക്കാം. ഇടയിൽ ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഇട്ടിട്ടും പിന്നെ രണ്ട് സൈഡിൽ ഒരു ബീഡും അങ്ങനെ എല്ലാം ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കിയിട്ട് ഈ ഞങ്ങളെ ഡിസൈനനുസരിച്ചിട്ട് ഇതാക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇത്ര ആക്കിയിട്ട് എടുത്ത് ഇങ്ങനെ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ട് വെച്ച് തന്നെ എടുത്തിനെ. ഇത്ര ആക്കിയിട്ട് എടുത്ത് ഇനി നമുക്ക് ഇവിടെ ഒരു പോർഷന് ബാക്കിയുള്ള. അപ്പോൾ ഇതെല്ലാം ആക്കി പിന്നെ ജസ്റ്റ് ഒന്ന് താഴെ പിരിച്ച് കൊടുക്കണം. എന്നിട്ട് ഈ രണ്ട് കമ്പിയും കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കിയിട്ട് പിടിച്ച് കൊടുക്കാം.
അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ അതിലേക്ക് രണ്ടിലേക്കും ഓരോരോ ബീഡ്സ് ഇട്ടിട്ട് പിരിച്ചു കൊടുത്തിന്. എന്നിട്ട് ഈ 2 കമ്പിയും പിടിച്ചിട്ട് ഒക്കെ ഇട്ട് ഇഷ്ടാക്കാം, പിരിച്ചു കൊടുക്കാം. തീരാനേ ഞങ്ങൾ എൻഡിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 2 കമ്പിയും പിടിച്ചിട്ട് നല്ലപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. എന്നിട്ട് അതായത് ഇപ്പോൾ തീർന്നു, ഇത്ര തന്നെ ഞാൻ ആക്കിയത്. ഇനി ഈ 2 കമ്പി ഒക്കെ ആക്കിയിട്ട് പിടിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആക്കാം. റൗണ്ടിൽ ഇങ്ങനെ ആക്കിയിട്ട് അതിനെ ഒക്കെ ആക്കിയിട്ട് അതിനെ ബയോട്ട് പിരിച്ചു കൊടുക്കുക. അപ്പോൾ അത് അവിടെ ലോക്കായിട്ട് നിൽക്കും, ഇളമൊന്നുമില്ല. എന്നിട്ട് ഈ പിരിച്ചിട്ടാകുമ്പോൾ ഇടുക കുറച്ച് പുറത്തേക്ക് നിൽക്കും. അതിനെ കത്രിയിൽ ജസ്റ്റ് കട്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് പോലെ ആക്കിയിട്ട് കറക്റ്റ് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ഹെയർ വെയിൻ ഇവിടെ റെഡി ആയിന്. പിന്നെ ഇത് നമ്മൾ പിരിച്ചതെല്ലാം കുറച്ച് അങ്ങിങ്ങലായിട്ടുണ്ടാവും, അതിനെല്ലാം കറക്റ്റാക്കി കൊടുത്തെങ്കിൽ ഹെയർ വെയിൻ റെഡി. ഇതാ കണ്ടില്ലേ, ഈ ഒരു ഇങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ആക്കിയത്. അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ജസ്റ്റ് പൊരിലൊന്ന് ട്രൈ ആക്കി നോക്കാവോ. നേരോ ഇത് 1-2 വട്ടം കുറച്ച് ശരിയാവില്ല, ആക്കാമെങ്കിൽ ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊന്നും വരുന്നില്ല. കുറച്ച് ട്രൈ ആക്കിയാൽ ഇത് നേരവും. So I'm going to end this video. If there is any suggestion, please let me know in the comment section. If you like this, please share and subscribe. For more videos, go and check my page. Thank you.